തിരുവനന്തപുരം പേട്ടയിൽ നിന്നും കാണാതായ 2 വയസ്സുകാരിയുടെ കൂടെയുള്ളത് യഥാർത്ഥ അച്ഛനും അമ്മയും തന്നെയെന്ന് സ്ഥിരീകരണം. DNA ഫലം വന്നതോടെയാണ് ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചത്. നാളെ തന്നെ കുട്ടിയെ വിട്ടുകൊടുക്കുവാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ മാസം 18 രാത്രിയാണ് പേട്ടയിൽ നിന്ന് ബീഹാർ സ്വദേശികളുടെ 2 വയസ്സുള്ള കുട്ടിയെ കാണാതാവുന്നത്. 18 മണിക്കൂർ നടത്തിയ തിരച്ചിലിനൊടുവിൽ കുട്ടിയെ തൊട്ടടുത്തുള്ള ഓടയിൽ നിന്ന് കണ്ടെത്തി. കുട്ടിയെ കണ്ടെത്തിയെങ്കിലും രക്ഷിതാക്കൾക്ക് കൈമാറാൻ പോലീസ് തയ്യാറായില്ല. മാതാപിതാക്കൾ നൽകിയ മൊഴിയിലുണ്ടായ വൈരുദ്ധ്യമാണോ, ഇവർ യഥാർത്ഥ രക്ഷിതാക്കളാണോ എന്ന പരിശോധന നടത്താൻ പോലീസിനെ പ്രേരിപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ DNA പരിശോധനാ ഫലത്തിലാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ ബീഹാർ സ്വദേശികൾ തന്നെയാണെന്ന ഫലം പുറത്തുവന്നത്. കുട്ടിയെ ഉടനെ വിട്ടുകൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം കുട്ടിക്ക് തിരിച്ചറിയൽ രേഖ വേണമെന്ന നിർദ്ദേശം പോലീസ് മാതാപിതാക്കളോട് പങ്കുവച്ചു. ഇതിനു പുറമെ കുട്ടിയുടെ സുരക്ഷയ്ക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും മാതാപിതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതേസമയം കേസിൽ അറസ്റ്റിലായ ഹസൻകുട്ടിയെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി കൂടുതൽ നടപടിയിലേക്ക് പോകാനാണ് പോലീസിന്റെ തീരുമാനം. 100-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് കൊല്ലം ചിന്നക്കടയിൽ നിന്ന് ഹസൻകുട്ടി എന്ന കബീറിനെ പോലീസ് പിടികൂടിയത്. പോക്സോ, ഭവനഭേദനം, മോഷണം എന്നിവ അടക്കം 8ഓളം കേസുകളിലെ പ്രതികൂടിയാണ് ഹസൻകുട്ടി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.